കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം പഠിക്കാം. രണ്ടാമത്തെ പാഠം ഒരു പാട്ടാണ്. ഏതാണ് ഈ പാട്ട്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ആട്ടിൻകുട്ടിയെ കുറിച്ചാണ് പഠിച്ചതല്ലേ? ആട്ടിൻകുട്ടി കാട്ടിൽ വെച്ച് വഴിതെറ്റി പോവുകയും ഒരു സിംഹം വന്ന് ആട്ടിൻകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ആട്ടിൻകുട്ടി തൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ ഓർത്തുകൊണ്ട് പാടുന്ന പാട്ടാണിത്. ആട്ടിൻകുട്ടി പാടുകയാണ്. എന്താ പാടുന്നത്? ഉമ്മി ഉമ്മി മാ അജ്മലഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ ഉമ്മി ഉമ്മി മാ അഹ്ലാഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ. ഒന്ന് പാടി നോക്കൂ. ഉമ്മി ഉമ്മി മാ അജ്മലഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ ഉമ്മി ഉമ്മി മാ അഹ്ലാഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ. ഇതാണ് നമ്മുടെ കുഞ്ഞാട് പാടിയ പാട്ട്. എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? ഉമ്മി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ? എൻ്റെ ഉമ്മ മാ അജ്മലഹ, എൻ്റെ ഉമ്മ നല്ല ഭംഗിയുള്ള ഉമ്മയാണ്. അതേപോലെ ഉമ്മി ഉമ്മി ലാ അൻസാഹ, എൻ്റെ ഉമ്മയെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഉമ്മയെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് ആടാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒന്നും ഉമ്മയെ മറക്കുകയില്ല അല്ലേ? ആട്ടിൻകുട്ടിക്ക് ഉമ്മാനെ മറക്കാൻ പറ്റുന്നില്ല. ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, എൻ്റെ ഉമ്മ എന്തൊരു മധുരമുള്ള ഉമ്മയാണ്, എന്തൊരു നല്ല മനോഹരിയായ, എന്തൊരു നല്ല ഉമ്മയാണ് എൻ്റെ. ഉമ്മി ഉമ്മി ലാ അൻസാഹ, എൻ്റെ ഉമ്മ ഞാൻ ഒരിക്കലും ഉമ്മാനെ മറക്കുകയില്ല എന്ന് പാട്ട് പാടിക്കൊണ്ടാണ് ആട്ടിൻകുട്ടി സിംഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോയി ഇവിടെ മൂന്നാമത്തെ പാഠത്തിൽ തആൽ, ഇതെന്താണ് വായിക്കുക? തആൽ എന്ന് പറഞ്ഞാൽ വരൂ. തആൽ എന്ന് പറഞ്ഞാൽ എന്താ? വരൂ. നമുക്ക് ഏതെങ്കിലും കുട്ടിയോട് വരൂ എന്ന് പറയാൻ തആൽ എന്ന് പറഞ്ഞാൽ മതി അറബിയിൽ. അങ്ങനെ ഇവർ ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വിശ്രമിച്ചു. ഒരു മരത്തിൻ്റെ അടുക്കൽ വിശ്രമിക്കാനിരുന്നു. അങ്ങനെ വിശ്രമിക്കാനിരുന്നപ്പോൾ ആട്ടിൻകുട്ടി സിംഹത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഉരീദുൽ മാ. എന്താ പറയുന്നത്? ഉരീദുൽ മാ, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അസദിനോട് പറഞ്ഞു. ഉരീദുൽ മാ. അപ്പോൾ അസദ് പറയുകയാണ് തആൽ, വരൂ. അസദ് എന്താ പറയുന്നത്? തആൽ, വരൂ. ഹുന ബിർക്ക, ഇവിടെ ഒരു കുളമുണ്ട്. ബിർക്ക എന്ന് പറഞ്ഞാൽ കുളം. ഹുന ബിർക്ക, ഇവിടെ ഒരു കുളമുണ്ട് അല്ലേ? കാണുന്നില്ലേ കുളം? ചെറിയൊരു കുളമുണ്ട് അല്ലേ? ആ കുളത്തിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് നിനക്ക് ഈ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാം എന്ന് അസദ് നമ്മുടെ ആട്ടിൻകുട്ടിയോട് പറഞ്ഞു. ഹുന ബിർക്ക, ഇവിടെ ബിർക്കത്തുണ്ട്. അങ്ങനെ ആട്ടിൻകുട്ടി കുളത്തിലേക്ക് പോയി വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോൾ അസദ് മേലോട്ട് നോക്കിയപ്പോൾ ആരെ കണ്ടു? ബുൽബുലിനെ കണ്ടു. ഇതാണ് ബുൽബുൽ പക്ഷി, ബുൾബുൾ. അപ്പോൾ അസദ് പറയുകയാണ്, ഹായ് ബുൽബുൽ. അസദ് എന്ത് പറഞ്ഞു? ഹായ് ബുൽബുൽ എന്ന് പറഞ്ഞു അല്ലേ? ബുൽബുൽ ഏതാ നോക്കൂ. ആട്ടിൻകുട്ടിയും ബുൽബുലിനെ കണ്ടു. അങ്ങനെ ബുൽബുലിനെയൊക്കെ നോക്കി വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറി അവർ വീണ്ടും പോയി വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? വീട്ടിലേക്ക് അല്ലേ? വീടിനെന്താ പറയുക? ബൈത്തുൻ. വീടിനെന്താ പറയുക? ബൈത്തുൻ. ഇതാണ് ബൈത്തുൻ. ഇതിലെ ആദ്യത്തെ അക്ഷരം ചുവന്ന നിറത്തിൽ കാണുന്നില്ലേ? ആ അക്ഷരമാണ് ബ. എന്താണത്? ബ. ഓക്കെ. ഇനി അടുത്ത ചിത്രം എന്താണ്? കുളമാണല്ലേ? കുളത്തിന് എന്താണ് പറയുക? നമ്മളിപ്പോൾ പറഞ്ഞു ബിർക്ക. എന്താ പറയുക? ബിർക്ക. ആ ബിർക്ക എന്ന് എഴുതിയതിലെ ആദ്യത്തെ അക്ഷരം നോക്കൂ. കുളത്തിനടിയിലുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം, അതും ബ ആണ്. ബിൻ്റെ അടിയിൽ ഒരു കസർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബി എന്നാണ് വായിക്കുക. ബൈത്തിൻ്റെ അടിയിൽ നോക്കൂ, ബിൻ്റെ മേലെയാണ് വരയുള്ളത് അല്ലേ? മേലെയുള്ള വര ഫതഹാണല്ലേ? ഫതഹ് ഇട്ടാൽ ബ എന്ന് വായിക്കും. അതേപോലെ ബിനടിയിലൊരു കസറിട്ടാൽ ബി എന്ന് വായിക്കും. ഇനിയോ അടുത്ത വാക്ക് എന്താണ്?
ചിത്രം നോക്കൂ, ബുൽബുൽ പക്ഷിയാണല്ലേ. ബുൽബുലിൻ്റെ അടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബുൽബുൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ അക്ഷരം ചുവന്ന നിറത്തിലുള്ള അക്ഷരം വായിച്ചു നോക്കൂ. അത് ബായിൻ്റെ മേലെ ലമ്മാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ബായിൻ്റെ മേലെ ലമ്മിട്ടാൽ ബു എന്നാണ് വായിക്കേണ്ടത്. ബു. അപ്പോൾ 3 വായിച്ചു നോക്കൂ. ബ, ബി, ബു. ബൈത്തുൻ എന്നാൽ വീട്, ബിർക്കത്ത് കുളം, ബുൽബുല് ബുൽബുൽ പക്ഷി. ഓക്കെ, ഇനി ഇവിടെ നിറം കൊടുക്കണം. നല്ലൊരു വീട് ഇവിടെ ഉണ്ടല്ലേ. ഈ വീടിന് നിറം കൊടുക്കുക. ഓക്കെ, ഇവിടെയോ വീടിന് എന്താ പറയുക? ബൈത്ത് അല്ലേ. ആ ബൈത്ത് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ബ എന്ന അക്ഷരത്തിന് നിറമില്ല. അത് നിങ്ങൾ നിറം നൽകണം. ഇനി ഇവിടെ ബ എങ്ങനെ എഴുതാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇങ്ങനെയാണ് ബ എഴുതേണ്ടത്. നോക്കൂ, ഇതേപോലെ ഒന്ന് വരയ്ക്കുക, അടിയിലൊരു കുത്തിടുക. ഇവിടെയും അതേപോലെ ഈ ഏറോ മാർക്ക് കാണുന്നില്ലേ, ഏറോ മാർക്ക് പോയതുപോലെ വരയ്ക്കുക. ബാ. ഇവിടെ നിറം കൊടുക്കുക. ഇങ്ങനെ ബാ കുറേ തവണ എഴുതി പരിശീലിക്കുക. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അലിഫും ഹംസയും എഴുതുന്നതാണ് പഠിച്ചത്. ഈ പാഠത്തിൽ ബാ എഴുതുന്നതാണ് പഠിക്കേണ്ടത്. ബാ എന്നും ബി എന്നും ബു എന്നും എഴുതണം. പച്ച നിറത്തിൽ ഉള്ള ബായിൻ്റെ മേലെയാണ് വരയുള്ളത് അല്ലേ. മേലെ വര അത് ഫതഹാണ് അല്ലേ. മേലെ വര ഇട്ടാൽ, ഫതഹ ഇട്ടാൽ എന്താണ് വായിക്കുക? ബാ. അപ്പോൾ പച്ച നിറത്തിലുള്ളത് ബാ എന്ന് വായിക്കും. അതിൻ്റെ മേലെയുള്ള ഫതഹിന് നിറം കൊടുക്കണം, പച്ച നിറം കൊടുക്കുക. അടുത്തത് കറുപ്പ് നിറത്തിലുള്ള ബായിൻ്റെ അടിയിലാണ് വരയുള്ളത് അല്ലേ. കസറാണ് ഇട്ടത്. ബായിൻ്റെ അടിയിൽ ഒരു കസറിട്ടാൽ ബി എന്നാണ് വായിക്കേണ്ടത്. ആ ബി എന്നുള്ള കസറിന്, ബീൻ്റെ അടിയിലുള്ള കസറിന് കറുത്ത നിറം കൊടുക്കണം അല്ലേ. പിന്നെയോ ചുവന്ന നിറത്തിൽ ബു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ബായിൻ്റെ മേലെ എന്താണ് ഇട്ടിരിക്കുന്നത്? ലമ്മാണല്ലേ. ലമ്മിനും നിറമില്ല. അതുകൊണ്ട് ലമ്മിന് ഏത് നിറം കൊടുക്കുക? ചുവന്ന നിറം കൊടുക്കുക. അപ്പോൾ ബു എന്നായി. അങ്ങനെ ബ, ബി, ബു അത് 3 സ്ലേറ്റിലും നോട്ട്ബുക്കിലുമൊക്കെ എഴുതി പരിശീലിക്കുക. ഇവിടെ വീടിനെ കുറിച്ചൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാലോ. ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽ അബു ഫീഹി. പഠിക്കോ. ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽ അബു ഫീഹി. ബൈത്തി എന്ന് പറഞ്ഞാൽ എന്താ? ബൈത്തുൻ എന്നാൽ വീടല്ലേ. ബൈത്തി എൻ്റെ വീട്. ബൈത്തി ബൈത്തി എൻ്റെ വീട്, എൻ്റെ വീട്. അസ്കുനു ഫീഹി ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ബൈത്തി ബൈത്തി എൻ്റെ വീട്, എൻ്റെ വീട്. അൽ അബു ഫീഹി ഞാൻ എൻ്റെ വീട്ടിൽ കളിക്കുന്നു. വീട്ടിൽ കളിക്കാറില്ലേ? ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ബൈത്തി എന്ന് പറയുക, എൻ്റെ വീട്. അതേപോലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഉമ്മി എന്നായിരുന്നു അല്ലേ. ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉമ്മ. ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ഇനി ഇവിടെ നോക്കൂ, ബുൽബുൽ പക്ഷിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ ബുൽബുൽ എന്ന് എഴുതിയിട്ടുണ്ട്, എന്നാൽ ആദ്യത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്നും എടുത്ത് അവിടെ എഴുതണം. ഇവിടെയുള്ള ഒന്നാമത്തെ അക്ഷരം, ഏറ്റവും മേലെയുള്ള അക്ഷരം ഏതാണ്? ബ. ബൈൻ്റെ മേലെയാണ് വരെയുള്ളത് അല്ലേ. അപ്പോൾ ബ. രണ്ടാമത്തെ അക്ഷരം എന്താണ് താഴെയുള്ളത്? ബി ആണ്. ഏറ്റവും താഴെയുള്ള അക്ഷരം ഏതാണ്? ബു ആണ്. അപ്പോൾ നമ്മളിവിടെ ബുൽബുൽ പക്ഷിക്ക് വേണ്ടി ഏതാണ് എഴുതേണ്ടത്? പറയൂ. ബു അല്ലേ. അപ്പോൾ ബു എന്ന് അവിടെ എഴുതുക. അങ്ങനെ ബു എഴുതിയാൽ എന്ത് വായിക്കും? ബുൽബുൽ എന്ന് വായിക്കും. ഓക്കെ. ബ, ബി, ബു. ബു എഴുതിയാൽ ബുൽബുൽ. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ എത്തി? ഇവർ കുളത്തിൽ വെച്ച് വെള്ളം കുടിച്ചു അല്ലേ. കുളത്തിൽ വെച്ച് വെള്ളം കുടിച്ചു, എന്നിട്ട് പോയിട്ടില്ല. അവിടെയാണ് ബുൽബുലിനെ അവർ കണ്ടത്. അപ്പോൾ ബുൽബുലിനോട് സിംഹം പറയുകയാണ്. എന്താണ് പറയുന്നത്? യാ ബുൽബുൽ, ബുൽബുലെ ഹാത്തി റുമ്മാൻ, റുമ്മാൻ തരൂ. ബുൽബുൽ ഏത് മരത്തിൻ്റെ മേലെയാണുള്ളത്? റുമ്മാൻ പഴത്തിൻ്റെ മരത്തിൻ്റെ മേലെയാണ് ബുൽബുൽ ഇരിക്കുന്നത്. റുമ്മാൻ പഴം അറിയില്ലേ? പോംഗ്രനേറ്റ്, അനാർ, റുമ്മാൻ പഴം അല്ലേ. നല്ല മധുരമുള്ള പഴമാണ്. ആ പഴമൊക്കെ തിന്നുകൊണ്ടാണ് ബുൽബുൽ അവിടെ ഇരിക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ അസദ് ബുൽബുലിനോട് പറഞ്ഞു, യാ ബുൽബുൽ, ബുൽബുലെ ഹാത്തി റുമ്മാൻ, ഹാത്തി റുമ്മാൻ, റുമ്മാൻ തരൂ.
റുമ്മാൻ തരൂ എന്നുള്ളതിന് എന്ത് പറയാം? ഹാത്തി റുമ്മാൻ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ബുൽബുൽ റുമ്മാൻ കൊടുത്തോ? ആ, ബുൽബുല് റുമ്മാൻ പഴം കൊടുത്തു. പിന്നെയോ റുമ്മാൻ പഴം മാത്രമല്ല, അതിൻ്റെ മേലെ തുഫാഹ് ആപ്പിളും കൂടെ ഉണ്ട് അല്ലേ? മറ്റൊരു മരമാണ്. 2 മരമുണ്ട്. ഒന്നിൻ്റെ മേലെ എന്താണ് ഉള്ളത്? ആപ്പിള്. ഒന്നിൻ്റെ മേലെ റുമ്മാൻ. റുമ്മാൻ തരൂ എന്ന് പറഞ്ഞപ്പോൾ റുമ്മാൻ കൊടുത്തു. പിന്നെയോ പിന്നെ നമ്മുടെ ആട് പറഞ്ഞു, യാ ബുൽബുൽ, ബുൽബുലെ ആത്തി തുഫാഹ്, ഹാത്തി തുഫാഹ്, ആപ്പിൾ തരൂ. അപ്പോൾ ആപ്പിളിന് എന്താ പറയുക? തുഫാഹ് എന്ന് പറയും. അങ്ങനെ ബുൽബുല് തുഫാഹും കൊടുത്തു. അങ്ങനെ അസദിത തുഫാഹ് തിന്നുകയാണല്ലേ? തുഫാഹ് തിന്നു, ആപ്പിൾ തിന്നു. ആപ്പിളും റുമ്മാനും ഒക്കെ അവർ തിന്നു. ഇതെവിടെ എഴുതിയിട്ടുണ്ട്. ഇതേതാണ്? റുമ്മാനാണ് അല്ലേ? റുമ്മാൻ. ഈ പാഠത്തിൽ ഒരക്ഷരം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ അക്ഷരം നോക്കൂ. റുമ്മാൻ എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് റാ അല്ലേ? ആ റാഇൻ്റെ മേലെ എന്താണ് ഇട്ടിരിക്കുന്നത്? ലമ്മ്. റാഇൻ്റെ മേലെ ലമ്മിട്ടാൽ എന്ത് വായിക്കും? റു എന്ന് വായിക്കും. ഓക്കെ. ഇനി ഇവിടെയോ മറ്റൊരക്ഷരം പുതിയത് താ ആണുള്ളത്. ഇതേതാണ് പഴം? തുഫാഹാണ് അല്ലേ? ആപ്പിളാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ചുവന്ന നിറത്തിലുള്ളത് താ. തായിൻ്റെ മേലെയോ എന്താണ് ഇട്ടിരിക്കുന്നത്? ലമ്മ്. അപ്പോൾ തു എന്ന് വായിക്കും. തുഫാഹ്. ആപ്പിള് തുഫാഹ്, റുമ്മാൻ റുമ്മാൻ തന്നെ അല്ലേ? റുമ്മാൻ. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ ബൈത്ത് പഠിച്ചു അല്ലേ? ബൈത്ത് വീട്, റുമ്മാന് റുമ്മാൻ പഴം, തുഫാഹ് ആപ്പിൾ പഴം. പിന്നെന്താ പഠിച്ചത്? പിന്നെ നമ്മൾ അസദ് കഴിഞ്ഞ പാഠത്ത് പഠിച്ചു അല്ലേ? പിന്നെ ബുൽബുൽ അല്ലേ? ബുൽബുൽ പക്ഷി. അങ്ങനെ കുറേ പഠിച്ചു. ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, പാടി നോക്കിയാലോ? മൻ അന മൻ അന യാ അഹ്ബാബി മൻ അന, മൻ അന മൻ അന യാ അഹ്ബാബി മൻ അന, അന തുഫാഹുൻ അന തുഫാഹുൻ യാ അഹ്ബാബി അന തുഫാഹുൻ. അങ്ങനെ ആപ്പിളാണ് ഈ പാട്ട് പാടുന്നത്. ആപ്പിൾ തുഫാഹ്, തുഫാഹാണ് പാട്ട് പാടുന്നത്. മൻ എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? മൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. ആദ്യം ആട്ടിൻകുട്ടി അസദിനെ കണ്ടപ്പോൾ മൻ എന്നാണ് ചോദിച്ചത് അല്ലേ? ആര്? മൻ എന്ന് ചോദിച്ചാൽ എന്താ? ആര്? ഇവിടെ ആപ്പിൾ ചോദിക്കുകയാണ്, മൻ അന, ഞാനാരാണ്? മൻ അന, ഞാനാരാണ്? യാ അഹ്ബാബി മൻ അന, കൂട്ടുകാരെ ഞാനാരാണ്? ഞാനാരാണെന്ന് അറിയാമോ? അനതുഫാഹുൻ അനതുഫാഹുൻ, ഞാൻ ആപ്പിളാണ്, ഞാൻ ആപ്പിളാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ? അനതുഫാഹ്, ഞാൻ ആപ്പിളാണ്. അനതുഫാഹ്, ഞാൻ ആപ്പിളാണ്. യാ അഹ്ബാബി, കൂട്ടുകാരെ, അനതുഫാഹ്, ഞാൻ ആപ്പിളാണ്. റുമ്മാൻ പഴം ഇതേപോലെ ചോദിക്കുകയാണ്, ആപ്പിൾ ചോദിച്ചതുപോലെ പാട്ട് പാടിക്കൊണ്ട്. എന്താ ചോദിക്കുന്നത്? മൻ അന മൻ അന, ഞാനാരാണ്? ഞാനാരാണ്? യാ അഹ്ബാബി മൻ അന, കൂട്ടുകാരെ ഞാനാരാണ്? അനറുമ്മാനുൻ അനറുമ്മാനുൻ യാ അഹ്ബാബി അനറുമ്മാൻ, ഞാൻ റുമ്മാനാണ്, ഞാൻ റുമ്മാനാണ്. കൂട്ടുകാരെ ഞാൻ റുമ്മാനാണ്. അനറുമ്മാൻ, ഞാൻ റുമ്മാനാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഓക്കെ. റുമ്മാൻ റുമ്മാൻ, അനറുമ്മാൻ, ഞാൻ റുമ്മാനാണ്. അന തുഫാഹ്, ഞാൻ തുഫാഹാണ്. ഇനി നിങ്ങൾക്കും പറയാം, നിങ്ങളുടെ പേരെന്താണ്? അത് അന കൊണ്ട് പറയാം അല്ലേ? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അന അബ്ദുള്ള, ഞാൻ അബ്ദുള്ളയാണ്. ഓക്കെ, അങ്ങനെ പറയുക.